സാമാനെ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ബ്രെഡ് ഓംലെറ്റ് ആണ്. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാം, ഇത് എത്രയും പെട്ടെന്ന് കഴിക്കാം. ശരിയായ DG, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ്? ഓരോ മെഷീനും അതിൻ്റേതായിട്ടുള്ള ആയുസ്സുണ്ട്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾക്ക് രോഗം ബാധിച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് പോലെയാണ് മെഷീനുകളും. ഞാനെൻ്റെ പരമാവധി ശ്രമിച്ചു. സാമ, ഞാൻ ഈ ഡയലോഗ് ഒരുപാട് സിനിമ കേട്ടില്ല. നീ കാര്യം പറ. DG, താങ്കളുടെ ടൈപ്പ് റൈറ്റർ എന്നേക്കുമായി മരിച്ചിരിക്കുന്നു. ഐ എം സോറി. സാംസൺ. യെസ്. ബ്രെഡ് ഓംലെറ്റ്. എന്റെ ടിപ്പോനെ പോയല്ലോടാ. പോയല്ലോ. ടൈപ്പ് റൈറ്റർ തീർന്ന നീ ഇങ്ങനെ കരയല്ലേ? നീ എവിടെ ഇരുന്നേ? നീ ഇങ്ങനെ കരയല്ലേ? നമ്മളതിപ്പോ പുറത്തോണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ശരിയാക്കാൻ പറ്റും. ഇല്ലടാ, അതെപ്പോഴും ഇവര് മാത്രമേ ശരിയാക്കാൻ പറ്റാറുള്ളൂ. ഇപ്പൊ ഇവരും പറ്റുന്നില്ല. ഉറപ്പാണ്. പോയടാ. അയ്യോ വീട് ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? DIG ആടാ, കരയല്ലേ ഇങ്ങനെ? എന്റെ ഇപ്പോ ഇത് കാണാൻ വയ്യ. അതവിടെ മാറ്റി വെച്ചേക്ക്. നമ്മുടെ സ്റ്റാഫ് അതിനകത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാനവിടെ ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചില്ല നിങ്ങളിന്ന് വരുന്നു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങും. നമുക്ക് സെറ്റിൽ ചെയ്യാമെന്ന്. ഓൾ റൈറ്റ്, ശരി, ഓക്കെ. ആ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. എന്താ വൈകി? ഞാനേ ഇറങ്ങാൻ നിന്നതാ. അപ്പൊ MD ഒരു കാര്യം പറഞ്ഞേ. സാറ് പറഞ്ഞതായോണ്ട് പിന്നെ നോ പറയാൻ പറ്റിയില്ല. എന്നിട്ട് വർക്കൊക്കെ തീർന്നോ അതോ നേരത്തെ പോന്നോ? വർക്ക് എന്റെ കൂടെ ഉണ്ട്. വൈകുന്നേരം വരെ ഉണ്ടാവും. എന്ത് സർപ്രൈസ്! അവിടെ പോയിരിക്കണം. ഇതൊരുമാതിരി സൂപ്പർ സർപ്രൈസ് ആയിപ്പോയി. ഇറങ്ങാൻ നിന്നതായിരുന്നു. അപ്പോഴാ സാർ ഇവനെയും കൂട്ടി വരണ്ടെന്ന് പറഞ്ഞ. ഇവൻ എന്നെ കണ്ടത് എന്റെ കൂടെ ഇങ്ങ് പോകുന്നു. ഇവൻ എന്നെ അത്രക്ക് ഇഷ്ട. വേണ്ടിയിരുന്നില്ല. പുള്ളിക്കാരനെ ചിലപ്പോ ഇഷ്ടമായി കാണില്ല. ഏയ്, പുള്ളിക്കാരന് ഇഷ്ടാ. ഇവനുണ്ടല്ലോ ഓഫീസിൽ ഒരൊറ്റ ആളുടെ കൂടെ പോവില്ല. എന്റെ കൂടെ മാത്രമേ വരുള്ളൂ. എന്നെ അത്രക്ക് ഇഷ്ടവന്. സാറിനൊക്കെ അറിയാലോ. എന്താ പറഞ്ഞ? അല്ല, ഒന്നുമില്ല. എനിക്ക് പിള്ളേരെ മാനേജ് ചെയ്ത് വലിയ ശീലമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിലേക്ക് ഒരു ലേഡി വന്നായിരുന്നു. ഒരു കൊച്ചുചെറുക്കൻ ഉണ്ടായിരുന്നു കൂടെ. അവനാണെങ്കിൽ ഒരു അനുസരണയുമില്ല. അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം. അവസാനം എൻ്റെ ഒരുപാട് പോട്ട് പൊട്ടിച്ചു. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, അല്ല എന്തിനാണ് ഈ അനുസരണ ഇല്ലാത്ത പിള്ളേരും കൂടി പാരന്റ്സ് പുറത്തേക്ക് ഇറങ്ങണേ അല്ലേ? എന്നും പറഞ്ഞു ഈ പിള്ളേരെ വീടിനകത്ത് പൂട്ടിയിടാൻ പറ്റുമോ? കുട്ടികളായ കുറച്ച് കുസൃതിയൊക്കെ വേണ്ടേ? താനിത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാൻ ഇവനെ മാനേജ് ചെയ്തോളാം. അല്ലടാ. അതെ, നമുക്കൊന്ന് 2nd ഫ്ലോർ വരെ പോവാം. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എടാ, അവനെ ബംഗാളി ലോഡ്ജിൽ നിങ്ങൾ വന്ന സമയത്ത് ആകെ കയ്യിൽ കൊണ്ടുവന്ന സ്വത്ത് ഇത് മാത്രമായിരുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അവൻ ഇത് മാത്രം പറ്റില്ല. അല്ലെങ്കിൽ ആരെ പേടിക്കാൻ പാട്ടാ. പോടാ. എടാ സാമ, നിന്റെ പ്രശ്നം എന്താ അറിയും? നിനക്ക് മനുഷ്യന്മാരുടെ സെന്റിമെന്റ്സിനെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല. അവൻ എന്ത് പൊന്നുപോലെ കൊണ്ടിടുന്ന സാധനം അറിയുമോ? എന്താ അതിന്? എടാ, നീ വീട്ടിൽ വന്നതിന് ശേഷമല്ലേ മനുഷ്യന്മാരുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി തന്നെ. എടാ, മനുഷ്യന്മാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ള സാധനങ്ങളോടും ഇതുപോലെ ജീവനില്ലാത്ത സാധനങ്ങളോടും കുറെ ആത്മബന്ധം ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെ സങ്കടമൊക്കെ ഉണ്ടാവും. അതുമല്ല, ഇത് പോയി കഴിയുമ്പോ
അതുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇല്ല, അതുകൊണ്ട് അവന് താങ്ങാൻ പറ്റുന്നില്ല. അതുമായിട്ട് എന്താ ബന്ധം? എടാ അതൊക്കെ ബന്ധമുണ്ട്. എടാ നീ അഭിനയിച്ച ഷോർട്ട് ഫിലിം ഇല്ലേ, അത് ഇതിന്റെ അകത്താണ് ടൈപ്പ് ചെയ്തത്, അറിയോ നിനക്ക്? അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവന്റെ മനസ്സിൽ വന്ന സാധനങ്ങൾ അപ്പൊ ഇതിനകത്ത് എഴുതാൻ പറ്റിയതും നീ അതിൽ അഭിനയിച്ചതും അത് കണ്ട് നിന്റെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്. മനസ്സിലായി? അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണ്. ചന്ദനത്തിന് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിലാഷേ, ടിപ്പു ഇവിടെ മരിച്ചു കിടക്കുമ്പോഴാണ് ഇവർ വർത്താനം പറഞ്ഞത്. ഇവരെ കൊല്ലോടാ. എടാ നീ കരഞ്ഞോ? ഇത് ഞാൻ നോക്കിക്കോളാം. എടാ സാമ നിന്നോട് നിനക്കൊക്കെ മുഴുത്ത പ്രാന്താണ്. എടാ ഇതൊക്കെ നട്ടും ബോൾട്ടും അങ്ങനെ പറഞ്ഞറിയാത്ത കുറച്ച് പാഴ്സ് കൊണ്ട് ഉണ്ടാക്കി എടുത്തൊരു സിസ്റ്റം മാത്രമാണ്. അതിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് കേടായാലും തീർന്ന്. അത്രേ ഉള്ളൂ എൻ്റെ ആയുസ്. അല്ലാണ്ട് ഒരു ജീവനൊന്നുമില്ല. പറഞ്ഞാലും മനസ്സിലാവാത്ത രണ്ടെണ്ണം. എടാ നിന്നെ പോലുള്ള തെണ്ടികൾ കാരണമാണ് ഈ നാട്ടിൽ ഇത്രയധികം ഇലക്ട്രോണിക് വെസ്റ്റ് ഉണ്ടാകുന്നത്. ഈ സൈക്ലിംഗ് എന്ന് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. എന്തായാലും കാര്യങ്ങൾ ഇത്ര സ്ഥിതിക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും. പുറത്തൊരു വലിയ ഫ്ലെക്സ് അടിച്ച് വെച്ച് ഒരു പന്തലൊക്കെ ഇട്ട് 10 ആളിനെ വിളിച്ച് ഷോടൊക്കെ നടത്തും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. തുരുമ്പിനോട് വരെ സെന്റിമെന്റ്സ്. അവനെല്ലാം വിഷമമുണ്ട്.